എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഡയറക്റ്റ് ടു മൊബൈൽ സാങ്കേതിക വിദ്യ വരുന്നതാണ്. തത്സമയ പരിപാടികൾ നേരിട്ട് ഇനി മുതൽ ഫീച്ചർ ഫോണുകളിലേക്കും ലഭ്യമാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. തത്സമയ കായിക വിനോദ പരിപാടികളും ജനപ്രിയ ടെലിവിഷൻ പരിപാടികളും മറ്റും ഫീച്ചർ ഫോണുകളിൽ ഉൾപ്പെടെ കാണുവാൻ സൗകര്യം വരുന്നതാണ്. ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ല എങ്കിൽ പോലും ഇവ ലഭ്യമാകുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള സാൻഖ്യ ലാബ്സ് തയ്യാറാക്കിയ ചിപ്പ് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഡയറക്റ്റ് ടു മൊബൈൽ ബ്രോഡ്കാസ്റ്റിംഗ് സാങ്കേതിക വിദ്യ ഫോണുകളിൽ സമന്വയിപ്പിക്കുന്നതിനാണ് ശ്രമം നടക്കുന്നത്. ഫോൺ നിർമ്മാതാക്കളായിട്ടുള്ള ലാവയും HMDയും പ്രധാനമായിട്ടും 2000 രൂപ മുതൽ 2500 രൂപ വരെ വില വരുന്ന മൊബൈൽ ഫോണുകളിൽ ഈ സൗകര്യം ലഭ്യമാകുവാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ടെലിവിഷനെ മൊബൈൽ സ്ക്രീനുകളിലേക്ക് എത്തിക്കുന്നതാണ് ഡയറക്റ്റ് ടു മൊബൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ആയിട്ടുള്ള റേഡിയോ ടെക്നോളജിയാണ് ഈ സേവനത്തിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. HD ഗുണമേന്മയോടുകൂടി തന്നെ ദൃശ്യങ്ങൾ നൽകുവാൻ സാധിക്കുമെന്നതും ഇതിന്റെ സവിശേഷതയാണ്. തുടക്കത്തിൽ പ്രസാർ ഭാരതിയുടെ ഉള്ളടക്കങ്ങളായിരിക്കും ഈ ഉപകരണങ്ങളിൽ സ്ട്രീം ചെയ്യുന്നത്. പ്രസാർ ഭാരതിയുടെയും ടെലികോം കമ്പനികളുടെയും പശ്ചാത്തല സൗകര്യങ്ങളാണ് ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. സ്മാർട്ട് ഫോണുകളിൽ മൊബൈൽ ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ ഡോങ്കിൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പരിപാടികൾ കാണുവാൻ സാധിക്കുന്നതാണ്. സ്മാർട്ട് ഫോണുകളിലും D2M ശേഷി കൊണ്ടുവരുന്നത് മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ആലോചിക്കുന്നുണ്ട്. ടാറ്റയുടെ തേജസ് നെറ്റ്വർക്കാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. സാൻഖ്യ ലാബ്സ് നേരത്തെ തന്നെ തേജസ് നെറ്റ്വർക്കിൽ ലയിപ്പിച്ചിരുന്നു. ഇന്റർനെറ്റ് ഇല്ലാതെ തന്നെ ടെലിവിഷൻ ഉള്ളടക്കങ്ങൾ ഫീച്ചർ ഫോണുകളിൽ ലഭിക്കുന്നത് യാഥാർത്ഥ്യമായാൽ 20 കോടിയോളം വരുന്ന ഫീച്ചർ ഫോൺ ഉപഭോക്താക്കൾക്ക് വലിയ നേട്ടമാകുന്നതാണ്. അതേസമയം ഇത് രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കുന്നത് വലിയ നിക്ഷേപം ആവശ്യമായിട്ട് വരുന്നതാണ്. നിലവിൽ ഡൽഹിയിലും ബാംഗ്ലൂരിലും ഡയറക്റ്റ് ടു മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പരീക്ഷണം നടന്നിട്ടുണ്ട്. പ്രസാർ ഭാരതിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത വർഷം അവസാനത്തോടുകൂടി ഇത് നടപ്പിലാക്കാനാകുമെന്നാണ് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.